friends, welcome to our channel Nathun Tips and Stitching. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മീനച്ചാർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് മീനച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞങ്ങളിവിടെ നല്ല കുടുത മീനാണ് എടുത്ത് നോക്കുന്നത്. നല്ല മാംസമുള്ള മീനാണ്. അപ്പോൾ അതിങ്ങനെ ചെറുതായി നുറുക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് നമ്മൾ അത് നുറുക്കി വെക്കുന്നത്. അപ്പോൾ അതൊന്ന് തിരുമ്പി വയ്ക്കാനായിട്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ടുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കൂടാണ്ട് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഈ ഉപ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി നന്നായി നമുക്കൊന്ന് കൂട്ടി തിരുമ്പിയിട്ട് നമ്മൾ നുറുക്കി വെച്ച മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായി വെള്ളം കളഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി കൂട്ടി തിരുമ്പി മിക്സാക്കി വയ്ക്കാം. അപ്പോൾ അത് കുറച്ച് നേരം അതിൽ വയ്ക്കുമ്പോൾ നമുക്കത് അതിൻ്റെ ഈ മാംസത്തമ്മ ഉപ്പും മുളകൊക്കെ നന്നായി പിടിച്ചതിന് ശേഷം വേണം നമുക്കത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ അതിനായി നമുക്ക് നമ്മുടെ മീൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായി തിരുമ്പി വയ്ക്കാം. നന്നായി തിരുമ്പി വയ്ക്കാം. തിരുമ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മീനിട്ട് തിരുമ്പരുതിട്ടാ, പതുക്കേനെ ആ തിരുമ്പിയാകുമ്പോൾ ഉടയും. പതുക്കേനെ അതിൽ ഉപ്പും മുളകൊക്കെ നന്നായി പുരട്ടി വയ്ക്കാം. അത് ഒരു 20 മിനിറ്റ് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഒരു 250 ഗ്രാം ഇഞ്ചി നമ്മൾ തൊലി കളഞ്ഞ് കഴുകി നുറുക്കി, അതേപോലെ ഒരു 250 ഗ്രാം വെളുത്തുള്ളി നന്നായി തൊലി കളഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഇഞ്ചി ആദ്യം മിക്സിയിൽ ജാറിലിട്ടിട്ട് നന്നായി അടിച്ചെടുക്കാം. ഇഞ്ചി അരച്ചതിന് ശേഷം നമ്മളതിൽ തന്നെ വെളുത്തുള്ളിയും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. ഇത് രണ്ടും കൂടി പേസ്റ്റാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് നമ്മൾ കുറച്ച് പച്ചമുളക്, നമ്മുടെ നാടൻ പച്ചമുളകാണ്, വരവ് മുളകല്ല, നാടൻ പച്ചമുളക്. ഇത് അത് കാരണം സൂക്ഷിച്ചിടണം, കുറച്ചിട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ പച്ചമുളകും നമുക്ക് ഇതുപോലെ കീറി വയ്ക്കാം. എന്നിട്ട് ഒരു ചട്ടി അടുപ്പുമ്പോൾ വെച്ചിട്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചട്ടി നന്നായി ചൂടായി, വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മുടെ മീൻ പുരട്ടി വെച്ച മീൻ നമുക്ക് പതുക്കേനെ ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ആ വെളിച്ചെണ്ണയിൽ കുറേശ്ശെ ഇട്ടിട്ട് മീൻ വറുത്തെടുക്കാം. അത് വറുത്തെടുക്കുമ്പോൾ സൂക്ഷിച്ച് വറുത്തെടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ പാടില്ല, നന്നായി മുരിയാൻ പാടില്ല. പാകത്തിന് മുരിച്ചിലാകുമ്പോൾ നമ്മൾ മീൻ വല്ലാണ്ട് മുരിക്കാണ്ട് അത് പാകത്തിന് വറുത്തെടുക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മീനും ഇതുപോലെ തന്നെ വറുത്ത് കോരിയെടുക്കാം. ഞങ്ങൾ ഈ മീനച്ചാർ ഉണ്ടാക്കുന്നത് ഇപ്പോൾ 1 കിലോ മീനാണ് വാങ്ങി വെക്കണത്. നുറുക്കിയ മീൻ 1 കിലോ. അപ്പോൾ ആ 1 കിലോ ഞങ്ങൾക്ക് എൻ്റെ അനിയത്തിയുടെ മോൾക്ക് ഗൾഫിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. അവർക്ക് അവിടെ അതുപോലെ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മളെല്ലാ മീനും ഇവിടെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വറുത്ത ആ ചട്ടിയിലേക്ക് നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി എണ്ണ ചൂടായ എണ്ണയാണ്, അപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാണ്ട് നോക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി മൊരിക്കുക. നന്നായി മൊരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിയാണ്ട് ശ്രദ്ധിച്ച് മൊരിക്കണം. ഇത് ഒന്ന് പച്ച വിടുമ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നന്നായി ഒന്ന് പച്ച വിടുമ്പോൾ നമ്മുടെ പച്ചമുളകൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് നന്നായി വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് മുളക് ഇട്ട് 250 ഗ്രാം മുളക് പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. അച്ചാറിന് നല്ല എരിവൊക്കെ ഉണ്ടാവണ്ടേ. അച്ചാർ എന്ന് പറഞ്ഞാൽ നന്നായി എരിവ് വേണം, തൊട്ട് കഴിഞ്ഞാൽ എരിവ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് തിരുമ്പി വെച്ചതാണ്, അത് കണ്ട് വേണം. നല്ല 250 ഗ്രാം മുളക് പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും മസാലയിലേക്ക് വേണ്ട ഉപ്പ് നമ്മൾ മീനിലേക്ക് ഉപ്പ് ഇട്ടിട്ടുള്ളതാണ് ആദ്യം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അത് നന്നായി നമ്മുടെ മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ നന്നായി മുരിഞ്ഞു നമുക്ക് അറിഞ്ഞതിന് ശേഷം, നല്ല മുരിച്ചിലായതിന് ശേഷം നമ്മുടെ കുറച്ച് വെള്ളം, ഒരു കപ്പ് വെള്ളം നന്നായി ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളം നമ്മുടെ ഈ മിക്സൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ മിക്സ് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ വറുത്ത് പൊരിച്ച മീൻ ഇട്ട് കൊടുക്കാം.
തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. പുറത്ത് അടുപ്പമ്മയാണ് തീ കത്തിച്ച് നോക്കണം പുറത്ത്. അപ്പം അതുകൊണ്ട് തീ നന്നായി കത്തും, പെട്ടെന്ന് തന്നെ ആവുമല്ലോ അത്. ഞാൻ അതിലേക്ക് നമുക്ക് കുറച്ച് പിക്കിൾ പൊടി, നമ്മുടെ അച്ചാർ പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അച്ചാർ പൊടിയും കൂടെ നല്ലൊരു ടേസ്റ്റല്ല അച്ചാർ പൊടി. നമ്മുടെ പൊടി കൂടാണ്ട് അതിലുണ്ട് മുളക് പൊടിയും മസാല, മഞ്ഞൾപ്പൊടിയും ഉലുവയും കായൊക്കെ. ഈ മിക്സ് നന്നായി തിളച്ചതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാനായിട്ട്. ഈ വറുത്ത് കോരി എല്ലാ മീനും അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മീനിട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് 2 മണി ഉലുവയും കടുകും ഒന്ന് പൊട്ടിക്കാം നമുക്ക് അതിലേക്ക്. ഇനിയിപ്പോൾ ഇതിൽ നമുക്കൊരു കുറവുള്ളത് നമ്മുടെ ചുരുക്ക ഒഴിച്ചിട്ടില്ലേ നമ്മൾ. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന്, ഇപ്പോൾ ഇത്തിരി ടൈറ്റാണ്, ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച്, ഇപ്പോൾ നമ്മുടെ ഈ മസാലയൊക്കെ ഇത്തിരി ടൈറ്റിലിരിക്കണേ, ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചുരുക്ക ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒരു ചുരുക്ക ഒരു ചാറ് പോലെ ആയും ചെയ്തു. നമ്മുടെ അച്ചാർ കേടുവരാണ്ടിരിക്കാനും ഒരു പുളി കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ചുരുക്ക ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞങ്ങളുടെ മീനച്ചാർ ഉണ്ടാക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടില്ലേ. നമ്മൾ നേരത്തെ ഉലുവയും കടുകും ഇട്ടതിൻ്റെ ബാക്കിയാണ് നമ്മൾ വീണ്ടും അതിലേക്ക് ബാക്കിയുള്ളതാണ് അതിൽ ഇടുന്നത്. ഒരു കടുക് എപ്പോഴും നല്ലതാണ് കേട് വരാണ്ടിരിക്കാനൊക്കെ. അപ്പോൾ അച്ചാറോട് കണ്ടപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ നമ്മുടെ ഈ അച്ചാർ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ബായ്.